പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ യാമത്തിനായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു കൺവെൻഷൻ വരും കാലങ്ങളിൽ ശക്തമായ അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതോർത്ത് ഈ ജെമിനെ എത്രത്തോളം സ്നേഹിക്കുന്നു, ദൈവവചനത്തെ, ദൈവ കൂട്ടായ്മ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ. എല്ലാത്തിനുമായും ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഈ കൂട്ടായ്മ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നിമിഷത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടുകൂടെ സംബന്ധിക്കണമേ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. Gospel according to St. Luke chapter 1 verses 6. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. Both of them were righteous in the sight of God, observing all the Lord's command and decrees blamelessly. പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന ഞങ്ങളുടെ ദൈവമേ, നിന്റെ വചനത്തിനെ സാക്ഷിയാക്കി വചനത്തെ മനനം ചെയ്യുവാൻ, വചനത്തെ ആഹാരം ചെയ്യുവാൻ നിന്റെ സന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന് വചനത്തിന്റെ പൊരുളിനെ തിരിച്ചറിയുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ ഭവനങ്ങളിൽ നിന്ന്, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിക്കുമ്പോൾ, നിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവെ, മാനുഷികമായ ശബ്ദത്തിനേക്കാൾ അപ്പുറമായി ദൈവികമായ ശബ്ദവും ആലോചനയും നീ ഞങ്ങൾക്ക് നൽകണമേ. ഈ ശുശ്രൂഷയിൽ കർത്താവെ നേതൃത്വം നൽകുന്ന എല്ലാ നിന്റെ മക്കളെയും പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. കർത്താവെ, ശുശ്രൂഷയിലൂടെ എവിടെയൊക്കെ വചനം എത്തുന്നുവോ, എവിടെയൊക്കെ സുവിശേഷത്തെ വഹിക്കുന്നുവോ, അവിടെയൊക്കെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ, അനേകരെ നിനക്ക് വേണ്ടി ആദായപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാലും മറ്റ് വിവിധ സഹായങ്ങളാലും ഈ ജെമിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന എല്ലാവരെയും ശക്തീകരിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. വരുന്ന 3 ദിവസങ്ങളിലുള്ള ഞങ്ങളുടെ കൂട്ടായ്മകളെയും വാഴ്ത്തണം, കൃപയിൽ നിറയ്ക്കണം, മാനവ മഹത്വത്തോട് നിൽക്കണം. മശിഹാ നിത്യം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. എലിസബത്ത് സഖരിയ ദമ്പതികളുടെ ജീവിത അനുഭവത്തെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യത്ത്, യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സഖരിയാവ് എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ജീവിച്ചവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് എന്നവരും ആയിരുന്നു എന്ന് പറയാം. നമ്മളൊന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ആ ഒരു പാരഗ്രാഫ് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നതായിരുന്നു. കാരണം ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ ഇങ്ങനെ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. വിശദീകരണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ സുവിശേഷകൻ വളരെ പർപ്പസ്ഫുള്ളായി ആ ഒരു സംഭവത്തെ, ആ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തിനാണ് അത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുവാനായിട്ടാണ്. ഒന്ന്, സഖരിയാവ് എന്ന് പറയുന്നത് ഒരു പുരോഹിത പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നവനാണ് എന്ന് കാണിക്കും. സഖരിയാവ് മാത്രമല്ല, സഖരിയാവിന്റെ ഭാര്യയായ എലിസബത്തും ഒരു പൗരോഹിത്യ പാരമ്പര്യമുള്ള, ദൈവഭക്തിയുള്ള, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷമുള്ളവരാണ് എന്ന് കാണിക്കുവാനായിട്ടാണ്. നാം ഇന്ന് കുറിവാക്യമായി വായിച്ച 6-ാമത്തെ വാക്യത്തിൽ ഒരു പാരമ്പര്യത്തെ മാത്രമല്ല, പ്രസന്റ്ലി അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് കൂടെ സുവിശേഷകൻ വരച്ചു കാട്ടുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധേയമായി പറയുന്നത്. ഒന്ന്,
ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ, ഒരു ക്രിസ്തീയ അനുഭവത്തിൽ ജീവിച്ച് വളർന്നവരാണ്, ആ പാരമ്പര്യത്തിൽ വളർന്നവരാണ്. അവരുടെ മാതാപിതാക്കൾ കർത്താവിനെ, ദൈവത്തെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരുമായിരുന്നു. ഇന്ന് അവരും അപ്രകാരം തന്നെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ലൂക്കോസ് പറഞ്ഞു വെക്കുകയാണ്. ഈ പറഞ്ഞു വെക്കുന്നതിനോട് ചേർന്ന് തന്നെ ലൂക്കോസ് പറയുകയാണ്, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതികളില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ ജീവിതത്തിന്റെ ചില വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവമാണ് ഇവിടെ നമുക്ക് എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തെ നമ്മളൊന്ന് നോക്കിയാൽ നമുക്കറിയാം, നോ കംപ്ലൈന്റ്, കമ്പാഷനേറ്റ് ലൈഫ്, ആവലാതികളില്ല, അനുകമ്പയോടെ ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തവരാണ് ഇരുവരും. നോ ആർഗ്യുമെന്റ്സ്, അക്സെപ്റ്റ് ഗോഡ്സ് വിൽ. ഒരു അവകാശവാദവും ഇല്ലാതെ ദൈവഹിതത്തെ അംഗീകരിച്ചവരാണ് സക്കറിയാവും എലിസബത്തും. നോ റിട്ടയർമെന്റ്, റിമെയിൻഡ് ആക്റ്റീവ്. അവർക്ക് പ്രവർത്തന വിരാമമില്ല, പ്രവർത്തന സജ്ജമാണ്. ഇവിടെ പ്രത്യേകം പറയുന്നു, ഇരുവരും വയസ്സ് എന്നവരായിരുന്നു. വയസ്സ് എന്നത് കൊണ്ട് പ്രവർത്തനത്തിന് വിരാമം കുറിക്കുന്നില്ല, പ്രവർത്തന സജ്ജമായി കൊണ്ടിരിക്കുന്നതായ ദമ്പതികളാണ്. നോ പവർ. നമുക്കറിയാം, സ്വാഭാവികമായും പ്രായം ചെല്ലുമ്പോൾ, വയസ്സ് ചെല്ലുമ്പോൾ ശാരീരികമായി ക്ഷീണിക്കും. പവർ ഇല്ല, ശാരീരികമായ പവറില്ല, സന്തതികളില്ല, അങ്ങനെ യാതൊരു വിധത്തിലുള്ള പവറും ഇല്ല. എന്നാൽ ഇവിടെ ഈ വേദഭാഗം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പ്രാർത്ഥനയോടെ അവർ ജാഗരിച്ചു. നോ പവർ ബട്ട് പ്രേയർ. അവർക്ക് പ്രാപ്തിയില്ല, പക്ഷെ പ്രാർത്ഥനയുള്ള ദമ്പതികളായിരുന്നു. നോ ഫ്രസ്ട്രേഷൻ ബട്ട് ഫ്രൂട്ട്ഫുൾ. മോഹഭംഗമില്ല അവർക്ക്, ഫലദായകമായി അവർ ശുശ്രൂഷ ചെയ്യുന്നു. വിവിധ ജീവിതാനുഭവങ്ങളിൽ അവർക്ക് പ്രയാസങ്ങളുണ്ട്, അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല, അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം സഫലമാകുന്നില്ല. എന്നാൽ മോഹഭംഗത്തോടെയല്ല അവർ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്. ഫലദായകമായി അവർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച എലിസബത്ത് സക്കറിയ ജീവിതത്തിൽ ചില ആത്മീയ വൈരുദ്ധ്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ രാത്രിയിൽ അത്തരം ചില വൈരുദ്ധ്യാത്മകമായ ചില സാഹചര്യങ്ങളെ ഒരുമിച്ച് ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും ജീവിതം ഒന്നാമതായി നമ്മളോട് പറയുന്ന ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഗോഡ് സെർവന്റ് ബട്ട് എ സഫറർ. കർത്തൃസേവകരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നവരായിരുന്നു അവർ. ഹല്ലേലൂയ. കർത്തൃസേവകരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നതായ ആളുകൾ. ഇവരുടെ ജീവിതം, ഇവരുടെ കഥ നമ്മോട് പറയുന്നത്, സ്റ്റോറി റിവീൽസ് ദാറ്റ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഫ്രീ ഫ്രം കോൺട്രഡിക്ഷൻസ്, ഫ്രീ ഫ്രം സഫറിങ്. ക്രിസ്തീയ ജീവിതം ഒരു കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞ ഒരു ജീവിതമല്ല എന്ന് എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ഗോഡ് സെർവന്റ് ബട്ട് സഫറർ. കർത്തൃസേവകരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നു. പലപ്പോഴും ദൈവിക ശുശ്രൂഷയിൽ ഒരു ക്രിസ്തീയ അനുഭവത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ പല ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു ഗോസ്പൽ, ഇങ്ങനെ മത്തായി സാറൊക്കെ നേതൃത്വം കൊടുക്കുന്ന, EGM നേതൃത്വം കൊടുക്കുന്ന ആദിവാസികളുടെ ഇടയിലുള്ള ഗോസ്പൽ മിനിസ്ട്രി ഒന്നുമല്ല. അവർ ഇഷ്ടപ്പെടുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പലാണ്, സമൃദ്ധമായ അനുഭവത്തിന്റെ ഒരു സുവിശേഷം. ആഗ്രഹിക്കുന്നതെല്ലാം കൺമുന്നിലൂടെ അത് വളരെ വേഗം ലഭിക്കുന്നതായ ഒരു സുവിശേഷത്തിന്റെ വ്യാപനം. എന്നാൽ ഈ വേദഭാഗം ഇവിടെ നമ്മൾ പറയുന്നു, നമ്മളെ സമൃദ്ധമാക്കുന്നതല്ല സുവിശേഷം, എന്നാൽ ദരിദ്രരായ, സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ അവരെ സമ്പന്നമാക്കുന്നതാണ് സുവിശേഷം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത ഒരു അനിവാര്യവും, കഷ്ടത ദൈവത്തിന്റെ ഒരു പദ്ധതിയുമാണ് എന്ന് സക്കറിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിതം നമ്മെ വരച്ചു കാട്ടുന്നുണ്ട്. ഇവരെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ തന്നെ വേദപുസ്തകത്തിൽ മറ്റൊരാളെ കുറിച്ച് കൂടെ സാക്ഷീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ് പറയുന്നത്, നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു ഇയ്യോബ്.
അവിടെ പക്ഷേ ഇരുവരും എന്ന് പറയുന്നില്ല, ഇയ്യോബിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ സക്കരിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിതത്തിൽ ഇരുവരും അങ്ങനെ തന്നെയായിരുന്നു. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു. എന്നാൽ വേദനയുടെ, കഷ്ടതയുടെ, നെരിപ്പോടുകളുടെ അനുഭവത്തിലൂടെ പ്രിയപ്പെട്ടവനത് യാത്ര ചെയ്യേണ്ടി വന്നു. അത് നമുക്കറിയാം. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവം പിശാചിന് അനുമതി കൊടുത്തിട്ടാണ്. പിശാചിന് ചോദിക്കുന്നുണ്ട്, നീ അവനും അവന്റെ ഭവനത്തിനും ചുറ്റും കോട്ട കെട്ടി അവനെ സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ? അതിനെ ഒന്ന് ഇളക്ക്, എനിക്കൊന്ന് പരീക്ഷിക്കാൻ അവസരം എന്താ? ദൈവം അനുവദിച്ചിട്ടാണ് കഷ്ടതയുടെ അനുഭവത്തിലൂടെ ഇയ്യോബ് കടന്നുപോയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ദൈവ ഹിതപ്രകാരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എലിസബത്തിന്റെ സക്കരിയാവിന്റെ ജീവിതം പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയ്ക്ക് ഒരു വലിയ ദൈവോദ്ദേശമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ കൺവെൻഷനിൽ നമ്മളെല്ലാവരും ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട്, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. നിത്യ തേജസ്സിന്റെ ഗാനം ഓർക്കുമ്പോൾ ഈ കഷ്ടത സാരമില്ല എന്ന് പാടി. രണ്ടാമത്തെ, അതിന്റെ തൊട്ടടുത്ത വർഷം ആ വേദിയിൽ തന്നെ പാടി, കഷ്ടങ്ങൾക്കും സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, ദുഃഖങ്ങൾക്ക് ഹേതുവുണ്ട്. പിന്നീട് പാടി, കണ്ണുനീരിനെ തുരുത്തിയിൽ പകർന്നു നൽകുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ഓർക്കുക, കഷ്ടതയും കണ്ണുനീരും ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കഷ്ടതയും കണ്ണുനീരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നതിന്റെ ഒരു അടയാളമല്ല. ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നതിന്റെ, ദൈവം നമ്മെ ശക്തീകരിക്കുന്നതിന്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയാറുണ്ട്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മെ രൂപപ്പെടുത്തിയത്, നമ്മെ ശക്തീകരിച്ചത്, ദൈവകൃപയോട് ചേർത്ത് നിർത്തിയത് ചില കഷ്ടതയുടെ, വേദനയുടെ, യാതനയുടെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ഡിവൈസിന് മുമ്പിൽ ഈ രാത്രിയുടെ യാമം വേർതിരിച്ച് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രയാസങ്ങളുടെ, കഷ്ടതയുടെ അനുഭവത്തിൽ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇപ്രകാരം ദൈവസന്നിധിയോട് ചേർത്ത് നിൽക്കുവാൻ നമുക്കിടയായിത്തീരുന്നത്. അതുകൊണ്ട് കഷ്ടതയെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, ഫോം ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണ് സഫറിങ്. സക്കരിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിതം അപ്രകാരം ഒരു വലിയ രൂപപ്പെടുത്തലിന് ഇടയായിത്തീരുന്നു. ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ദ റൈച്ചസ് സഫർ നോട്ട് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഫെയ്ത്ത്, but because their suffering become a testimony of God's greater glory. നിന്റെ ജീവിതത്തിലെ കഷ്ടത നീ പാപിയായിട്ടോ നിന്റെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടോ ആയിട്ട് ആണെന്നില്ല. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ അനുഭവങ്ങൾ ദൈവത്തിന്റെ വലിയ മഹത്വത്തിനിടയായിത്തീരും. നിന്റെ ഇന്നത്തെ കഷ്ടതകളെ ദൈവം നിന്റെ ഒരു സാക്ഷ്യമാക്കി മാറ്റും. നിന്റെ കഷ്ടതകളെ ഒരു ടെസ്റ്റിമണിയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ ഡിവൈസിന് മുന്നിൽ നിൽക്കുമ്പോൾ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ജീവിതങ്ങൾക്ക് ഈ രാത്രി ചില ടെസ്റ്റിമണി ഉണ്ട് എന്ന് എനിക്കറിയാം. സന്തോഷങ്ങൾ ഒരിക്കലും നമുക്കൊരു സാക്ഷ്യ നിർവഹണം നടത്തുവാനിടയാകുന്നില്ല. എന്നാൽ കഷ്ടതയുടെ അനുഭവങ്ങൾ നമുക്കൊരു ടെസ്റ്റിമണിയിലേക്ക് നമ്മെ നയിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പരീക്ഷകളും കഷ്ടതകളും നമുക്കുണ്ട്. എന്നാൽ പാട്ടുകാരൻ പാടുന്നത് പോലെ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ ഒരുക്കിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഇടയാർമുള പ്രദേശത്ത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സാധു കൊച്ചുപദേശിയുടെ നാട്ടിൽ സാധു കൊച്ചുപദേശി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കഷ്ടതയുടെ അനുഭവം ദൈവം തരും. എന്നാൽ 1 രൂപയുടെ കഷ്ടത നിങ്ങൾക്ക് തരുമ്പോൾ അത് 5 രൂപയ്ക്കകത്ത് പൊതിഞ്ഞായിരിക്കും തരുന്നത്. 1 രൂപയുടെ കഷ്ടത നിങ്ങൾക്ക് തരുമ്പോൾ അത് 5 രൂപയ്ക്കകത്ത് പൊതിഞ്ഞായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കഷ്ടത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കഷ്ടതയോ നഗ്നതയോ നഷ്ടമോ വാളോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ എന്നെ കർത്താവിൽ നിന്ന് അകറ്റുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതാനുഭവത്തിൽ ഒരു പ്രയാസങ്ങളും കർത്താവിൽ നിന്ന് അകറ്റുവാനായിട്ടല്ല, കർത്താവിനോട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുവാൻ സഹായിക്കണം. അലറുന്ന സിംഹം നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. ആഴമുള്ള കടലും
തിരമാലകൾ അടിക്കുന്ന കടലും പ്രക്ഷുബ്ധമായ അനുഭവങ്ങളും നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. എരിയുന്ന തീച്ചൂളകൾ നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. എന്നാൽ എരിയുന്ന തീച്ചൂളയിൽ നാലാമനായി നിന്നോട് കൂടെയുണ്ട്. ഇളകുന്ന കടലിൽ നാലാം യാമത്തിലും നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. അലറുന്ന സിംഹത്തിന്റെ വായടയ്ക്കുവാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതാനുഭവങ്ങളിൽ നമുക്ക് കഷ്ടതയെ ദൈവത്തിന്റെ ഹിതമായി ഏറ്റെടുക്കുവാൻ കഴിയണം. ഗോഡ് സെർവൻ ബട്ട് സഫറർ. വീണ്ടും നമുക്ക് സഖരിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിതം പരിശോധിക്കുമ്പോൾ മറ്റൊരു വൈരുദ്ധ്യാത്മക ഭാവം കാണുവാൻ സാധിക്കുന്നത് പ്രയർഫുൾ മാൻ ബട്ട് അൺആൻസേർഡ്. ഈ വേദഭാഗം നമ്മൾക്ക് വായിക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ദൂതൻ ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അതായത് വയസ്സ് ചെന്നവരെങ്കിലും അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു ജീവിതത്തിന്റെ സായാഹ്ന കാലം വരെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരു വിഷയം വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രയർഫുൾ മാൻ ബട്ട് അൺആൻസേർഡ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമായിരിക്കാം. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതായ ചില പ്രാർത്ഥനകൾ, പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതായിരിക്കാം ഈ ഉത്തരം കിട്ടാത്തതായ പ്രാർത്ഥനകൾ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നും ഉത്തരം ലഭിക്കാത്ത ചില പ്രാർത്ഥനകളുണ്ട്. എന്നാൽ നാം ഓർക്കണം, നമ്മുടെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നതിന്റെ അടയാളമല്ല. ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഗോഡ്സ് ഡിനയൽ എന്ന് പറയാറുണ്ട്. ദൈവത്തിന്റെ കാലവിളംബരം ദൈവം നിന്നെ നിരാകരിക്കുന്നതിന്റെ അടയാളമല്ല. ദൈവം നിന്നൊരു വലിയ പദ്ധതി രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥനയ്ക്ക് സാധാരണ 3 ഉത്തരമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയി യെസ് എന്ന് പറയുകയാണ്, നിന്റെ ആവശ്യം ഇതാ സാധ്യമായിരിക്കുന്നു. രണ്ടാമത് ചിലപ്പോൾ പറയും വെയിറ്റ്, അല്പം നീ ഒന്ന് കാത്തിരിക്കാനായി പറയും. മൂന്നാമത് പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഏതാണ്? പലപ്പോഴും നമ്മൾ പറയും നോ എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ ഈയിടെ ഒരു ബുക്കിൽ വായിച്ചത്, ഗോഡ് നെവർ സേസ് നോ. ദൈവത്തിന് നോ എന്ന് പറയാനായി സാധ്യമല്ല. ദൈവം പറയാം, ഐ ഹാവ് ആൻ അനദർ പ്ലാൻ. എനിക്ക് മറ്റൊരു പദ്ധതിയാണ് നിന്നെ കുറിച്ചുള്ളത്. ഒന്നീ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് യെസ് പറയും, അല്ലെ വെയിറ്റ് പറയും. മൂന്നാമത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക, ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഐ ഹാവ് ആൻ അനദർ പ്ലാൻ, എനിക്ക് ഒരു മറ്റൊരു ദൈവോദ്ദേശമുണ്ട് എന്ന് ദൈവം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനും കൈക്കൊള്ളുന്നവനുമാണ്. നമ്മുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും വൃഥാവായി പോവില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വർഗം ചായ്ച്ച് നമ്മുടെ നിലവിളികളെ കേൾക്കുന്നതായ ഒരു ദൈവമുണ്ട്. നമ്മുടെ സന്നിധിയിൽ നിൽക്കുന്നതായ ഒരു ദൈവമുണ്ട്. നമ്മോട് പ്രതികരിക്കുന്നതായ ഒരു ദൈവമുണ്ട്. എന്നാൽ നിന്റെ പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവസന്നിധി വൃഥാവായി പോവില്ല. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന്നയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ശബ്ദമില്ലാത്ത പ്രാർത്ഥനയാണ്. എന്നാൽ ശബ്ദമില്ലാത്ത പ്രാർത്ഥനയായതുകൊണ്ട് തന്നെ മനുഷ്യർ അതിനെ തെറ്റിദ്ധരിച്ചു. എന്നാൽ ദൈവം ശബ്ദമില്ലാത്ത പ്രാർത്ഥനയെ കേട്ടു. ഇന്ന് ഈ വചനകൂടാരത്തിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിന്റെ ശബ്ദമില്ലാത്ത പ്രാർത്ഥനകളെ, നിന്റെ ഞരക്കങ്ങളെ, നിന്റെ കണ്ണുനീരിന്റെ ആഴവും രുചിയും തിരിച്ചറിയുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ഒരിക്കൽ മത്സ്യം വെള്ളത്തോട് പറഞ്ഞ പരാതി കേട്ടിട്ടുണ്ട്. മത്സ്യം വെള്ളത്തോട് പറയുകയാണ്, നിനക്ക് ഒരു സ്നേഹവുമില്ല, ഞാൻ എത്രയോ വേദനയോടെ എത്രയോ കരയുന്നുണ്ടെന്നറിയാമോ, എന്നാൽ നീ എന്റെ കണ്ണുനീരിനെ കാണുന്നില്ല. വെള്ളം മത്സ്യത്തോട് പറയുകയാണ്, ശരിയാണ്, എനിക്ക് നിന്റെ കണ്ണുനീരിനെ കാണുന്നില്ലായിരിക്കാം, എന്നാൽ നിന്റെ കണ്ണുനീര് എന്നിലാണ് അലിയുന്നത്, അതിന്റെ രുചി എനിക്കറിയാം. നിന്റെ കണ്ണുനീരിന്റെ രുചി എനിക്കറിയാം. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ കണ്ണുനീരിന്റെ രുചി അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വിങ്ങലിന്റെ ആവശ്യത്തെ അറിയുന്ന ദൈവമുണ്ട്. നിന്റെ മുഖം വാടിയിരിക്കുമ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ അത് വായിച്ചെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ കൈവിടാത്ത ദൈവമാണ്. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുവാൻ, അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പാൻ പത്രോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചില നേരങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ വൈകിപ്പോയേക്കാം. എന്നാൽ നിനക്ക് കൃത്യസമയത്ത് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നതായ ഒരു ദൈവമുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ
ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാവരുത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ചില ശക്തീകരണത്തിന് വേണ്ടിയാണ്. ക്രൂശ് വഹിക്കുന്നതിന് മുമ്പ് ക്രിസ്തു പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കാണുന്നു. ഒരിക്കലും പ്രാർത്ഥിച്ചത് കൊണ്ട് ക്രൂശ് അവനെ വിട്ടൊഴിഞ്ഞു മാറിയില്ല. കാരണം ക്രൂശ് അവന് അനിവാര്യമായിരുന്നു. ക്രൂശ് അനിവാര്യമായിരുന്നു. എന്നാൽ ക്രൂശിനെ വഹിപ്പാൻ, ക്രൂശിലും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ, ക്രൂശിലും മറ്റുള്ളവരെ കരുതിക്കൊണ്ടായിരിക്കാൻ ദൈവത്തിനിടയായത് ഞാൻ വിശ്വസിക്കുന്നു ഗതസമനയിലെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. നമ്മുടെ ജീവിതാനുഭവത്തിൽ, കഷ്ടതയുടെ അനുഭവത്തിലും നമുക്ക് തേജസ്സോടെ സ്തെഫാനോസിനെ പോലെ നിൽക്കുവാനായി കഴിയുമോ എന്നുള്ളതാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലെ ഒരു യാഥാർത്ഥ്യമാണ് ചില പ്രാർത്ഥനകൾ ഡിലേ സംഭവിക്കുന്നത്. ഡു യു ബിലീവ് ഇൻ ദ പവർ ഓഫ് ഗോസ്പൽ? ഡു യു ബിലീവ് ദ പവർ ഓഫ് പ്രയർ? പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിയുന്ന ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതാനുഭവത്തിൽ പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയെ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഉടനെ തന്നെ നമുക്ക് ഉത്തരം ലഭിക്കണമെന്നുള്ളതായ ഒരു വലിയ അനുഭവത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? പരനേ നിൻ തിരുമുമ്പിൽ വരുന്നോരീ സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. അതിന്റെ അടുത്ത വരി എന്താണ്? ഉണർത്തിക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ. അത് നമ്മുടെ ആഗ്രഹമാണ്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ക്ഷണം നേരം നിനക്ക് തരാത്ത, ചില ദീർഘമായ സമയമെടുത്ത് ദൈവം ചില പദ്ധതികളെ ഒരുക്കി നിനക്ക് നൽകുന്ന ചില അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം, ദീർഘമായ ഒരു പദ്ധതിക്ക് സമയമെടുക്കും. നിന്റെ പ്രാർത്ഥനകളെ ചിലപ്പോൾ ദൈവം നീ ആഗ്രഹിക്കുന്നതിലുപരിയായ ചില അനുഭവങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയായിരിക്കാം. സക്കറിയാവിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിട്ടും പ്രാർത്ഥന കേൾക്കാത്ത അനുഭവം. മൂന്നാമത്തെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ബ്ലെയിംലെസ് ബട്ട് പണീഷ്. ബ്ലെയിംലെസ് ബട്ട് പണീഷ്. കുറുവാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി, അവൻ ദൈവസന്നിധി നീതിയുള്ളവനും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവനായിരുന്നു. എന്നാൽ ഈ അധ്യായം തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവം അവന്റെ ശബ്ദത്തെ അടച്ചു കളഞ്ഞു. ദൈവം അവന്റെ ശബ്ദത്തെ എടുത്തു കളഞ്ഞു. കുറ്റമില്ലാത്തവനായി ജീവിച്ചിട്ടും അവന് ശിക്ഷ ഏൽക്കേണ്ടി വരുന്നതായ ചില സാഹചര്യങ്ങൾ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇതെന്ന് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഓർക്കും, ഇത്രയേറെ ദൈവത്തെ സ്നേഹിച്ചിട്ട്, ഇത്രയേറെ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട്, ഇത്രയേറെ ദൈവ കൃപയിൽ ജീവിപ്പാൻ ശ്രമിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വരുന്നു? എനിക്ക് എന്തുകൊണ്ട് വേർപാടിന്റെ അനുഭവം വരുന്നു? എനിക്ക് എന്തുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു പോകുന്നു? എനിക്ക് എന്തുകൊണ്ട് ഒരു ജീവിതത്തിന്റെ ഒരു അഭിവൃദ്ധി ഉണ്ടാവാതെ ഇരിക്കുന്നു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ചോദ്യമായിരിക്കാം. എന്നാൽ എലിസബത്ത് സഖറിയ ജീവിതം നമ്മോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ തെറ്റു ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ക്രിസ്തുവാണ്. പീലാത്തോസ് ക്രിസ്തുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ഇവനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഇവന് യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്ന പീലാത്തോസ് തന്നെ അവനെ ക്രൂശീകരിക്കുവാൻ വിധിക്കുകയാണ്. നാം ആ ക്രിസ്തുവിന്റെ അനുയായികളാണ്. പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് ചില ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവിടെ പിറവിക്കുരുടനായ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇവനോ ഇവന്റെ അപ്പയമ്മമാരോ ആര് തെറ്റ് ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ ആയത്? അവിടെ പറയുന്നു, ആരും തെറ്റ് ചെയ്തിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടാണ് ഇങ്ങനെ ആയത്. ചില ജീവിത അനുഭവങ്ങൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു അനുഭവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത അനുഭവങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ശിക്ഷ ഏൽക്കേണ്ടി വന്നേക്കാം. ഒരിക്കൽ ഞാനൊരു ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചെല്ലുവാനിടയായി തീർന്നു. ഞാൻ അവിടെ ചെന്ന് എൻ്റെ മനസ്സിൽ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവർ വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ചെല്ലുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബിൽഡിംഗ്, വളരെ ശുചിത്വമുള്ള, വളരെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതായ ഒരു കെട്ടിടം, വളരെ ഒരുങ്ങി നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ളതായ കുഞ്ഞുങ്ങൾ. കുറെ കുഞ്ഞുങ്ങൾ അച്ചാർ കുപ്പിയിൽ ഇങ്ങനെ സീല് ചെയ്യുന്നു, കുറെ കുഞ്ഞുങ്ങൾ കളിപ്പാട്ടങ്ങൾ ജോയിൻ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇത് നടത്തുന്നതായ ഒരു ടീച്ചറിന്റെ അടുത്ത് ഞാൻ ചെന്നു.
അവിടെ ചെന്നപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാതലിക് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് കത്തോലിക്ക സഭയുടെ സ്ഥാപനമാണോ? അവൻ പറഞ്ഞു അല്ല. ഞാൻ ചോദിച്ചു, ട്രസ്റ്റ് ആണോ? അല്ല. ഞാൻ ചോദിച്ചു, പിന്നെ ഇത് ആരുടെയാണ്? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇത് ഞാൻ എന്റെ പൈസ ഒക്കെ എടുത്ത് തുടങ്ങിയതാണ്. പിന്നെ എന്റെ ഭർത്താവ് സഹായിച്ചു. എന്റെ വസ്തു വിറ്റു ഞാൻ ഇത് നടത്തി. ഭർത്താവിന്റെ വസ്തു വിറ്റ് ഇതിനു വേണ്ടി സഹായിച്ചു. ഇപ്പം ധാരാളം സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, സ്വന്തം സമ്പാദ്യങ്ങളെല്ലാം വിറ്റുപെറുക്കി ബുദ്ധിമാന്യമുള്ള മന്ദബുദ്ധികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതായി കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് എന്താണ് പ്രചോദനം? ഞാൻ ടീച്ചറിനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ടീച്ചർ പറഞ്ഞു, ഇത് എന്റെ കുഞ്ഞാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളായിട്ടായിരിക്കും കാണുന്നത്. ടീച്ചർ പറഞ്ഞു, അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇത് ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞാണ്. ടീച്ചർ എന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും, എല്ലാ കാര്യങ്ങളും ചെയ്യും. എനിക്കൊരു ഭർത്താവിനെ നൽകുന്നെങ്കിൽ അതുപോലെ ദൈവഭക്തിയുള്ള ഒരു ഭർത്താവിനെ നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുപോലെ ദൈവഭക്തനായ ഒരു മനുഷ്യനെ എനിക്ക് ഭർത്താവായി തന്നു. ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. എന്നാൽ 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞിന് എന്തൊക്കെയോ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് പിന്നീട് ഇതിന് ബുദ്ധിമാന്യമുള്ള കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കിയത്. ആ ടീച്ചർ എന്നോട് പറയുകയാണ്, ഞാൻ ദൈവത്തോട് പിണങ്ങി. ഞാൻ പരിഭവം ഒത്തിരി പറഞ്ഞു. ഞാൻ 2-3 മാസങ്ങൾ പിന്നീട് ദേവാലയത്തിൽ പോകാതെ ഇരുന്നു. കാരണം ഇത്രയേറെ ദൈവത്തെ സ്നേഹിച്ചിട്ട്, ഇത്രയേറെ ദൈവഭക്തിയോടെ ഞങ്ങൾ ജീവിച്ചിട്ട് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകാത്തതിൽ ദൈവത്തോട് പിണങ്ങി. നല്ല ഇരുവരും വിദ്യാസമ്പന്നരായിരുന്നു, സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ടായിരുന്നു. അവർ കുഞ്ഞിനെയും കൊണ്ട് വിവിധ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി, ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പൊ അവർ മനസ്സിലാക്കി, ഈ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ 30%, 40%, 60% ഇങ്ങനെ കാറ്റഗറി ചെയ്ത് ഇവരെ എടുക്കാം. ഓരോ കാറ്റഗറി അനുസരിച്ച് ഇവരെ പ്രാക്ടീസ് ചെയ്താൽ, പരിശീലിപ്പിച്ചാൽ ഇവര് വിവിധ കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അവരുടെ കുഞ്ഞിനെ അവർക്ക് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു രാത്രിയിൽ അവരോട് ദൈവം സംസാരിക്കുകയാണ്, ഈ കുഞ്ഞിനെ നിങ്ങൾ ഇത്രമാത്രം നോക്കുന്നു. ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ ഇരുണ്ട മുറിയിലായിരിക്കുന്നു. അവരെ ഇതുപോലെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. അവർ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ ഓരോരുത്തരായി ഏറ്റെടുത്തു. ഞാൻ ചെല്ലുമ്പോൾ 35 കുഞ്ഞുങ്ങൾ ആ സ്ഥാപനത്തിലുണ്ട്. എല്ലാവരും അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യും. ചില കുഞ്ഞുങ്ങൾ അവരുടെ അച്ചാർ യൂണിറ്റിന്റെ കുപ്പി സീൽ ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്. ഒരു കളിപ്പാട്ട യൂണിറ്റ് ഉണ്ട്, അത് ജോയിൻ ചെയ്യുന്നതും അതിന്റെ അവസാന മിനുക്കുമണികൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്. വിവിധ തരത്തിൽ അവരെ ട്രെയിൻ ചെയ്യിച്ച് വളരെ അനുഗ്രഹീതമായി ആ 35 കുഞ്ഞുങ്ങളായിരിക്കുന്നു. അവസാനം ടീച്ചർ പറഞ്ഞതായ ഒരു വാചകമുണ്ട്. ടീച്ചർ പറയുകയാണ്, എനിക്ക് ആ കുഞ്ഞിനെ തന്നപ്പോൾ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു, പരിഭവം പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് ആ കുഞ്ഞിനെ തന്നത് ഈ 35 കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പരത്തുവാനായിട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നത് കൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചത്. അത് പഠിച്ചത് കൊണ്ടാണ് 35 കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പരത്തുവാൻ എനിക്കിടയായി തീർന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ഈ മോള് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു, ഈ മോള് ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന കഷ്ടങ്ങളുടെ ഒരു ദുരിതം പേറുന്ന അനുഭവമാണ് ഞങ്ങളുടെ കുഞ്ഞെന്ന് വിചാരിച്ചെങ്കിൽ, ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഈ കുഞ്ഞ് ദൈവോദ്ദേശത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ചില ജീവിതാനുഭവങ്ങളിൽ നമ്മൾ തെറ്റു ചെയ്തില്ലെങ്കിലും ശിക്ഷിക്കപ്പെടുന്നതായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്നതായ ക്രിസ്തു ഉണ്ട്. ദാവീദും ഇത് തന്നെ ചോദിക്കുന്നതായ അനുഭവം ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചേക്കാം. ആലപ്പുഴക്കാരൻ ഒരു ജോസഫ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ, അയാൾ ഒരു സ്കൂളിന്റെ സെക്യൂരിറ്റി ആയിരുന്നു. ആ സ്കൂളിൽ 2 കമിതാക്കൾ, ആ പെൺകുട്ടി ഗർഭവതിയായി. അപ്പോൾ തന്റെ കാമുകനെ പേര് പറയാൻ മടിച്ച പെൺകുട്ടി പറഞ്ഞു, ഈ വാച്ച്മാനായിരുന്ന ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തു, പോക്സോ കേസായി. 185 ദിവസം ആ മനുഷ്യൻ ജയിലിൽ കിടന്നു. അതിനുശേഷം വിചാരണ സമയത്ത് ഈ പെൺകുട്ടി സത്യം പറഞ്ഞു, കാമുകനാണ് അതിന് കാരണമെന്ന് പറഞ്ഞു. എന്നാൽ 185 ദിവസം ജയിലിൽ കിടന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും പോക്സോ കേസിന്റെ ആളായി, പീഡകനായി ഒരു അവരോധിക്കപ്പെട്ട മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അയാളോട് ചോദിക്കുന്നു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആ പെൺകുട്ടിയോട് വിരോധമുണ്ടോ? ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് വിരോധമില്ല. ഒരു പക്ഷെങ്കിൽ അവളുടെ ജീവിത സാഹചര്യത്തിൽ പെട്ടെന്ന് പിടിച്ചു നിൽക്കുവാനായിട്ട് എന്റെ പേര് പറഞ്ഞതായിരിക്കാം.
നമ്മുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ ചിലപ്പോൾ നിരപരാധിയെങ്കിലും ശിക്ഷിക്കപ്പെടുന്നതായ ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടായേക്കാം. വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൽ ചില ശിക്ഷകൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് വളരെ പോപ്പുലർ ആയിരിക്കുന്ന അനുഗ്രഹത്തിന് അധിപതി എന്ന പാട്ടിൽ പറയുന്നുണ്ട്, ശിക്ഷകളെങ്കിൽ അത് ശാസനകളാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവശിക്ഷ നമ്മെ രൂപപ്പെടുത്തുന്നതാണ്. ചിലപ്പോൾ കുറ്റം ചെയ്യാതെ തന്നെ ശിക്ഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായേക്കാം. നാലാമതായ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. സക്രിയ എലിസബത്ത് ജീവിതത്തിന്റെ 4-ാമത്തെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ജോയ്ഫുൾ ബട്ട് നോട്ട് സെലിബ്രേറ്റഡ്. ജോയ്ഫുൾ ബട്ട് നോട്ട് സെലിബ്രേറ്റഡ്. നമുക്കറിയാം, ഏറെ കാത്തിരുന്ന് അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു, ഒത്തിരി സന്തോഷമുള്ള നിമിഷങ്ങളാണ്. എന്നാൽ അതിനൊരു ആഘോഷമാക്കുവാൻ പറ്റുന്നില്ല. കാരണം സക്കരിയാവിന്റെ വായ അടഞ്ഞു പോകുന്നു, അവന്റെ ശബ്ദം നിലച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ചില സന്തോഷങ്ങളെ ആഘോഷമാക്കുവാൻ കഴിയാത്ത ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടായേക്കാം. സക്കരിയാവിന്റെ എലിസബത്തിന്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു വലിയ അനുഭവത്തിലൂടെ ആ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആഘോഷങ്ങളെ, സന്തോഷങ്ങളെ ആഘോഷങ്ങളാക്കി മാറ്റുവാനായി സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കാം. ഞാൻ പറവൂര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ സ്റ്റുഡന്റ് സ്റ്റാഫ് ലൈനായിട്ട് പ്രവർത്തിക്കുകയാണ്. അന്ന് ഒരു +2 എക്സാം സമയത്ത് ഒരു മാതാവും മകളും കൂടെ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ എന്റെ എക്സാം ആരംഭിക്കുകയാണ്, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. റിസൾട്ട് വന്നോടനെ വിളിച്ചു, വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥനയിൽ ഒത്തിരി നന്ദി, എല്ലാത്തിനും A+ ആണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ക്വാർട്ടേഴ്സിന്റെ അതിലെ പോയപ്പോൾ കൈ നിറയെ എനിക്ക് മുട്ടായി തന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം പറവൂർ ഫെഡറൽ ബാങ്കിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ അമ്മയും മകളും അവിടെ നിൽക്കുന്നു. മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. അപ്പൊ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ വലിയ ഗൗരവത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഈ അമ്മ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല, ഒന്ന് ചെറിയ ചിരിക്കുവാൻ ശ്രമിച്ചു, എങ്കിലും ആ പുഞ്ചിരി മുഖത്ത് വന്നില്ല. മകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയപ്പോൾ എന്നെ അല്പം മാറ്റി നിർത്തി ഈ അമ്മ പറയുകയാണ്, അച്ഛാ, അവക്ക് വലിയ റിസൾട്ട് കിട്ടി, അവക്ക് എന്തോ വലിയ കാര്യങ്ങൾ പഠിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം, എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. അമ്മ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എന്റെ മകൾക്ക് അത്രയും മാർക്കൊന്നും വേണ്ടായിരുന്നു, അവൾക്ക് അത്രയും മാർക്കൊന്നും വേണ്ടായിരുന്നു, അവൾ കുറച്ച് മാർക്ക് മേടിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്വന്തം മകള് എല്ലാ വിഷയത്തിനും A+ മേടിച്ചപ്പോൾ അധികം സന്തോഷത്തോടെ എന്നെ വിളിച്ച് എന്റെ കൈ നിറയെ മുട്ടായി തന്ന ഒരു മാതാവ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ പറയുകയാണ്, എന്റെ മകൾക്ക് അത്രയും വലിയ വിജയം വേണ്ടായിരുന്നു, അവളുടെ പ്രാപ്തി പോലെ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തെ സെലിബ്രേറ്റ് ചെയ്യുവാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ നിന്റെ ജീവിതത്തിലെ ഈ യാഥാർത്ഥ്യങ്ങൾ ദൈവനിർണയമാണ് എന്ന് നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഞാൻ ഈ 2025 ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അവിടെയുള്ള ഒരു ഭവനം സന്ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതൊരു പിരിവിന് വേണ്ടി പോയതാണ്. അപ്പോ ആ ഇടവകയിലുള്ള, എന്റെ ഇടവകയല്ല, വേറൊരു ഇടവകയാണ്, ഞങ്ങൾ ഡയോസിസിന് വേണ്ടിയുള്ള കളക്ഷനാണ്. അപ്പൊ ആ ഇടവകയിലുള്ള 1-2 പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ ഉണ്ട്. ആ വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയ ഇടവഴി, അവരുടെ വീടിന്റെ മുന്നിൽ ഒരു വീടിന് ഫൗണ്ടേഷൻ ഒക്കെ കെട്ടിയിട്ടേക്കും. ഈ ഫൗണ്ടേഷൻ കണ്ടാൽ അറിയാം, കുറെ നാളായി ഈ ഫൗണ്ടേഷൻ കെട്ടിയിട്ടിട്ട്, പായലൊക്കെ പിടിച്ച ഒരു ഫൗണ്ടേഷൻ. വീട്ടിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ കൂടെ വന്ന ആളുകൾ പറഞ്ഞു, അച്ഛാ, ഇവിടുത്തെ ഗ്രഹനാഥന് ക്യാൻസറാണ്. ഞാൻ ആകപ്പാടെ ഒന്ന് കിടുങ്ങി. ഒന്നാമതെ പ്രാരാബ്ദങ്ങളുള്ള ഒരു വീട്, ക്യാൻസർ ആയിരിക്കുന്ന ഒരു പിതാവ്, അവിടെ ഞാൻ ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയാണ്? കളക്ഷന് വേണ്ടി ചെല്ലുകയാണ്. ഞാൻ വേറെ ഭാരത്തോടെ, ഞാൻ ഇച്ചിരൂടെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ അവിടെ പോണ്ട എന്ന് പറഞ്ഞേനെ. എന്നാൽ ആ വീടിന്റെ അടുത്തായതുകൊണ്ട് ഞാൻ കയറി. പരിമിതമായ സൗകര്യത്തിൽ അവർ സ്വീകരിച്ചു, ഇരുത്തി. അതിനുശേഷം അവിടുത്തെ മാതാവ് പറഞ്ഞു, അച്ഛൻ ക്യാൻസർ ആയിട്ട് ഇപ്പം സർവൈവ് ചെയ്യുകയാണ്. അതിനുശേഷം മാതാവ് പറഞ്ഞ ഒരു കാര്യം എന്നെ ഒത്തിരിയേറെ എന്നെ ചിന്തിപ്പിച്ചു. മാതാവ് പറയാണ്, അച്ഛാ, ഒത്തിരി കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് ഒരു വീട് വേണം. അങ്ങനെ ഒരു വീട് പണിയാനായിട്ട് ഞങ്ങൾ കുറെ പൈസ ഒക്കെ സമ്പാദിച്ച്
വീടിന് ഫൗണ്ടേഷൻ കിട്ടിയപ്പോഴാണ്, അച്ഛന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു പ്രയാസം വന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാവുന്ന ക്യാൻസർ ആണ്. ആ മാതാവ് പറയാണ്, അച്ഛാ ദൈവം എത്രയോ വിശ്വസ്തനാണെന്ന് അറിയാമോ, ഞങ്ങളുടെ കൈ നിറച്ച് പണം ഉണ്ടായിരുന്നപ്പോഴാണ് അച്ഛന് ക്യാൻസർ വന്നത്. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് അച്ഛന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുവാൻ ഇടയായി. ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നില്ല, ഒരു ഡിലേയും വരുത്തേണ്ടി വന്നില്ല. വളരെ ക്രമീകൃതമായി, ഭംഗിയായി, ഫാസ്റ്റായി അച്ഛന്റെ ട്രീറ്റ്മെന്റ് നടത്തുവാനായി സാധിച്ചു. ആ പറയുന്ന സ്ത്രീയുടെ മുഖത്തെ പ്രത്യാശ കണ്ടപ്പോൾ ഞാൻ വളരെയേറെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ അറിയാതെങ്കിലും പറയും, എത്തോരം ആഗ്രഹിച്ച് ഒരു വീട് പണിയാൻ തുടങ്ങി, കുറച്ച് കാശുണ്ടാക്കി വെച്ചപ്പോ അപ്പോഴാണ് ഈ ഗതികേട് വന്നത്, അപ്പോഴാണ് ഈ ദുരിതം വന്നത്. പക്ഷെ ആ മാതാവ് അതിനെ അങ്ങനെ പറയാനല്ല ആഗ്രഹം. ആ മാതാവ് പറയുകയാണ്, ദൈവം എത്ര വിശ്വസനാണെന്നറിയോ, അല്ലായിരുന്നെങ്കിൽ ഞാൻ ആരുടെയൊക്കെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നേനെ, ആരുടെയൊക്കെ മുമ്പിൽ ഞാൻ സഹായത്തിന് പോകേണ്ടി വന്നേനെ, എന്റെ ഭർത്താവിന് യഥാവിധം എനിക്ക് ചികിത്സ കൊടുക്കുവാനായി പറ്റാതെ വന്നേനെ. പക്ഷേ എന്റെ ദൈവം എന്റെ ഭർത്താവിന് ക്യാൻസർ തന്നത് എന്റെ കൈ നിറച്ച് പണമുള്ളപ്പോഴാണ്. വീട് പണി ഇന്നും കിടക്കുകയാണ്, പായല് പിടിച്ച ഫൗണ്ടേഷൻ അവിടെ കിടക്കുകയാണ്. ആ സ്ത്രീ അതിനെക്കുറിച്ച് നോക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, സന്തോഷത്തെ സെലിബ്രേറ്റ് ചെയ്യുവാൻ കഴിയാതെ വരും. സുഖദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. ECG ഗ്രാഫ് നമ്മൾ കാണുമ്പോൾ അറിയാം, ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടുമുള്ള കുന്നും മലയും നിറഞ്ഞ ഒരു വനം പോലെയുള്ളതായ ഗ്രാഫ്. അതൊരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് ജീവനില്ല എന്നുള്ളതാണ്. നീ ക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഒരു യാഥാർത്ഥ്യമാണ്. ആ ഉയർച്ച താഴ്ചകളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. സക്കറിയാവിന്റെയും ഏൽസബേത്തിന്റെയും ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ സന്തോഷത്തെ ആഘോഷമാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതാനുഭവത്തിൽ പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പാടുവാൻ കഴിയണം. സന്തോഷ സന്താപ വേളകളിൽ ഒന്നായണയും ദൈവസന്നിധിയിൽ. സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും വേളകൾ ഒന്നായണയും ദൈവസന്നിധിയിൽ. Earthly joys are always limited. Our ultimate celebration is reserved in heaven. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആത്യന്തികമായ പൂർണ്ണതയുള്ള സന്തോഷം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നിത്യജീവന്റെ അനുഭവത്തിലാണ്. ഈ ലോക ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മറിഞ്ഞു വരും. എന്നാൽ കൈവിടാത്ത ഒരു ദൈവം തമ്പുരാനെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. 4 വൈരുദ്ധ്യങ്ങളെയാണ് ഞാൻ പറയുവാനായി ശ്രമിച്ചത്. സക്കറിയാവിന്റെ ജീവിതാനുഭവത്തിൽ ഗോഡ് സെർവൻ ബട്ട് സഫറർ, കർത്തൃ സേവകരെങ്കിലും കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നവർ. പ്രയർഫുൾ മാൻ ബട്ട് അൺആൻസേർഡ്, പ്രാർത്ഥിക്കുന്നവനെങ്കിലും പ്രശ്നപരിഹാരം ലഭിക്കാത്തതായ ആളുകൾ. ബ്ലെയിംലെസ് ബട്ട് പണിഷ്ഡ്, കുറ്റമില്ലാത്തവനെങ്കിലും ശിക്ഷിക്കപ്പെടുന്നതായ അനുഭവം. ജോയ്ഫുൾ ബട്ട് നോട്ട് സെലിബ്രേറ്റഡ്. പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, ഇന്ന് ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം സഖറിയാവിന്റെയും ഏൽസബേത്തിന്റെയും ജീവിതത്തിലൂടെ പറയുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലോ നനയ്ക്കുന്നത് പോലോ അല്ല ദൈവം നമ്മെ നടത്തുന്നത്. God has a special plan. God has a special time. God has a special style. God has a special purpose. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേക സമയമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കില്ല ദൈവം നമ്മെ ഓരോന്നിനു വേണ്ടി ഒരുക്കുന്നത്. മോശ ആഗ്രഹിച്ച സമയത്ത് അവനെ ഒരു സൈനികനാക്കിയില്ലല്ലോ. രാജ്യ കൊട്ടാരത്തിൽ സൈനിക അഭ്യാസം കഴിഞ്ഞവനെ ആട്ടിടയനായി വിട്ടു. ആട്ടിടയനെ കൊണ്ടുവന്ന് വലിയ ഒരു ജനത്തിന് നേതാവാക്കി. നാം ആഗ്രഹിക്കുന്ന പോലെ ദൈവം നമ്മെ രൂപപ്പെടുത്തും. ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം നമ്മെ രൂപപ്പെടുത്തും. ദൈവത്തിനൊരു സ്റ്റൈലുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല. ദൈവം നമ്മെക്കുറിച്ച് ഒരുക്കുന്നതിന് അവനതായ ഒരു സ്റ്റൈലുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് ഈ വേദഭാഗങ്ങൾ നമ്മളോട് പറയുന്നു, your unanswered prayer are not forgotten. Your silent suffering is not wasted. And your partial joys are not meaningless. God is weaving a greater story through your contradiction. നമ്മുടെ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളിലൂടെ ഒരു വലിയ സ്റ്റോറി നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് താണിരുന്ന് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവിന്റെ കഷ്ടം ഞങ്ങളിൽ പെരുകുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ ആശ്വാസവും ഞങ്ങളിൽ പെരുകുന്നു. കഷ്ടം പെരുകുന്നതിനനുസരിച്ച് ആശ്വാസവും പെരുകുന്നു. ജീവിതത്തിന്റെ വേദനകളുടെ നടുവിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, എന്റെ ശരീരത്തിലെ ഈ ശൂലങ്ങളെ നീ മാറ്റിത്തരണമേ. കർത്താവ് പറയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു.
എന്റെ കൃപ നിനക്ക് മതി. ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവകൃപ മതി. ഏത് വൈരുദ്ധ്യാത്മകമായ ജീവിതത്തിലൂടെ നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടി വന്നാലും നമ്മുടെ ജീവിതത്തിൽ പകരുന്ന ഒരു ദൈവകൃപ, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനായി തീർന്നു. ബലഹീനതയിൽ ഞാൻ ശക്തനായിത്തീരുന്നു. കാരണം ബലഹീനതകളിൽ പകരുന്ന ദൈവകൃപയുണ്ട്. പ്രിയപ്പെട്ട സക്കറിയാവിന്റെയും എലിസബേത്തിന്റെയും ജീവിതാനുഭവങ്ങൾ ബലഹീനതനായിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ കൃപ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ആ ദൈവകൃപ അനുഭവിച്ച് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ഡിവൈസിന് മുന്നിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയാ. എണ്ണിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയാ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത അനുഭവങ്ങളിലും ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതാനുഭവങ്ങളിൽ കർത്താവെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായിരുന്നു. എന്നാൽ കർത്താവെ, ഇത് ഞങ്ങൾക്ക് വൈരുദ്ധ്യമായി തോന്നുമ്പോഴും ഇത് ദൈവത്തിന്റെ പദ്ധതിയായി നീ അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കളിമൺ കുശവന്റെ കയ്യിലായിരിക്കുന്നത് പോലെ ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. നീ ഞങ്ങളെ കുഴച്ച് ഞങ്ങളെ രൂപപ്പെടുത്തി കർത്താവെ നിനക്ക് ഹിതമാകുന്ന പാത്രങ്ങളാക്കി ഞങ്ങളെ അവിടുന്ന് മെനയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവെ ഈ ജീവന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവെ ഈ ഓൺലൈൻ കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാ ദൈവ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണം. മാനവ മഹത്വത്തോട് എടുക്കണം. മസിഹാനിതം യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.